ശ്രീ മുണ്ടയാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ മേടത്തിര മഹോത്സവം 2026 ഏപ്രിൽ 27, 28, 29 തീയതികളിലായി നടത്തപ്പെടുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവ ദിവസമായ ഏപ്രിൽ 28-ന് പുലർച്ചെ 3 മണിക്ക് അറവിലാൻ ദൈവത്തിന്റെ തിറയും രാവിലെ 8 മണിക്ക് പെരുമ്പേശൻ തെയ്യവും കെട്ടിയാടും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പ്രസിദ്ധമായ കുണ്ടൂങ്കര ചോറുകോരൽ ചടങ്ങ്. വൈകുന്നേരം 5 മണിക്ക് വലിയ തമ്പുരാട്ടി തിറയും രാത്രി 8 മണി മുതൽ തിറ അടിയന്തരങ്ങളും കെട്ടിയാടും. ഏപ്രിൽ 29-ന് പുലർച്ചെ ഭഗവതിയുടെ കുളിച്ചെഴുന്നള്ളത്തും രാവിലെ 10 മണി മുതൽ ചെറിയ തമ്പുരാട്ടിത്തറയുടെ പുറപ്പാടും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരിക്കും. മുണ്ടയാംപറമ്പ് ഭഗവതി ക്ഷേത്രം ഭാരവാഹികളാണ്. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമായ ശ്രീ മുണ്ടയാംപറമ്പ് തറക്കുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേടത്തിര മഹോത്സവം ഏപ്രിൽ 27, 28, 29 തീയതികളിൽ, അതായത് മേടം 13, 14, 15 തീയതികളിലായാണ് നടക്കുന്നത്. ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി. ഒരുക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള യോഗം വിവിധ വകുപ്പുകളുടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി. 27-ാം തീയതി പുലർച്ചയോടുകൂടി ക്ഷേത്ര താന്ത്രിക കർമ്മങ്ങളോടുകൂടി ഉത്സവ ചടങ്ങുകൾ ആരംഭം കുറിക്കും. അന്നേ ദിവസം ഉത്സവത്തിൻ്റെ തുടക്ക ദിവസം വൈകുന്നേരം 3 മണിയോടുകൂടി തിരുവാഭരണം ചാർത്തൽ ചടങ്ങും. ഈ ഉത്സവ ദിവസങ്ങളിൽ മുഴുവൻ സമയങ്ങളിലും ക്ഷേത്ര നട തുറക്കും. മഹോത്സവ ദിവസം മേടം 14-നാണ്, അതായത് ഏപ്രിൽ 28 ചൊവ്വാഴ്ച. ഏപ്രിൽ 28 ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രത്തിൽ അറവിലാൻ ദൈവത്തിൻ്റെ തിറ കെട്ടിയാടും. രാവിലെ 8 മണിക്കാണ് പെരുമ്പേശൻ തിറ. പ്രസിദ്ധമായ വിവിധ ദേശക്കാരുടെ പങ്കെടുക്കുന്ന കുണ്ടൂങ്കര ചോറുകോരൽ ചടങ്ങ് ഉച്ചയ്ക്ക് 1 മണിക്കാണ് നടക്കുന്നത്. ഭക്തജനങ്ങൾക്ക് ദർശനമേകും. അതുപോലെ തന്നെ രാത്രി 8 മണി മുതൽ വിവിധ തിറ അടിയന്തരങ്ങൾ ക്ഷേത്രത്തിലുണ്ടാവും. സമാപന ദിവസമായ 29-ാം തീയതി പുലർച്ചെ പ്രധാന ചടങ്ങായ ഭഗവതിയുടെ കുളിച്ചെഴുന്നള്ളത്ത് ചടങ്ങ് നടക്കും. അതിനുശേഷം രാവിലെ ഒരു 8 മണിയോടുകൂടി ചെറിയ തമ്പുരാട്ടിത്തറ ഭഗവതിയുടെ പുറപ്പാടുണ്ടാവും. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഉത്സവ ദിവസങ്ങളിൽ 3 ദിവസവും അന്നദാനം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് മുൻകാലങ്ങൾ ചെയ്ത് വന്നിരുന്നത് പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ ഭക്തജനങ്ങളെയും മേടത്തിര മഹോത്സവത്തിൽ പങ്കെടുത്ത് ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ശ്രീ മുണ്ടയാംപറമ്പ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ CV ഗിരീഷ് കുമാർ, പാരമ്പര്യ ട്രസ്റ്റിമാരുടെ പ്രതിനിധികളായ കനകത്തിടത്തിൽ വസന്തകുമാർ, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, K കുഞ്ഞിമാധവൻ, MR സുരേഷ്, TM വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു.